സംസ്ഥാന സർക്കാരിൻ്റെ 4ാം നൂറുദിന കർമ്മ പരിപാടിയുടെ ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസം, തൊഴിലും നൈപുണ്യവും വകുപ്പുകളിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 33 പ്രധാന പദ്ധതികളും, തൊഴിൽ വകുപ്പിൽ 8 പ്രധാന പദ്ധതികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായി ആയമാർക്കുള്ള പരിശീലനം നൽകുന്നതിനായി സ്കോൾ കേരളയുടെ നേതൃത്വത്തിൽ ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഹൈസ്കൂളുകൾക്ക് 4 മാസം കൊണ്ട് 15,000 റോബോട്ടിക് കിറ്റ് വിതരണം ചെയ്തു. കയറ്റ് വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്കൂളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. കമ്മീഷണർ, കുഴപ്പമില്ല. എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറാണ്, പുതിയ വാസുകി അറിയായിരിക്കുമല്ലോ, ലേബർ സെക്രട്ടറി അറിയാം. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രത്യേക എൻട്രൻസ് കോച്ചിങ് സംരക്ഷണം ആരംഭിക്കുകയാണ്. SCRTയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് സ്കൂളുകളുടെ കരിക്കുലം തയ്യാറാക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി പ്രീ പ്രൈമറി, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുള്ള 4 കൈപ്പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മുഴുവൻ രക്ഷിതാക്കൾക്കും വിതരണം ചെയ്യും. SIMCയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ബൗദ്ധിക വികാസം മുൻനിർത്തി സെൻസർ റൂം സ്ഥാപിച്ചു. അവിടെ ഒരു പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. തൊഴിലും നൈപുണ്യവും വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. അതിഥി മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ചിങ് ഈ മാസം 16-ന് നടക്കും. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ട്. മൂന്നാറിൽ ഒരു പുതിയ ലേബർ കോംപ്ലക്സ് നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും ഉടനെ തന്നെ നടക്കും. കട്ടപ്പനയിലും കണ്ണൂരിലും അന്താരാഷ്ട്ര നിലവാരമുള്ള ITയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. കോന്നി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിർവഹിക്കും. ാം കേരള സ്കൂൾ കലോത്സവം 2024 ഡിസംബർ മാസം 3 മുതൽ 7 വരെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2024 ഡിസംബർ മാസം 4-ന് ദേശീയാടിസ്ഥാനത്തിൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ച വിവരം കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സർക്കുലർ പ്രകാരം അറിയിച്ചിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 9ാം ക്ലാസ്സിലെ കുട്ടികളും നാസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ
ഇവർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഡിസംബർ മാസത്തിൽ 12 മുതൽ 20 വരെ രണ്ടാം പാദ വാർഷിക പരീക്ഷ നടക്കുന്നതിനാലും 21 മുതൽ 29 വരെ ക്രിസ്മസ് അവധി ആയിരിക്കുന്നതിനാലും കേരള സ്കൂൾ കലോത്സവം നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ നടത്താനാകാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് കലോത്സവം സംഘടിപ്പിക്കും. കൃത്യമായുള്ള തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. 2025 ജനുവരിയിലേക്ക് കലോത്സവം മാറ്റിയ സാഹചര്യത്തിൽ സ്കൂൾ ജില്ലാ കലോത്സവങ്ങൾ ഇനി പ്രകാരം ക്രമീകരിക്കുകയാണ്. സ്കൂൾ തലം ഒക്ടോബർ മാസം 15-നകം പൂർത്തീകരിക്കും. സബ് ജില്ലാതലം നവംബർ മാസം 10-നകം, ജില്ലാതലം ഡിസംബർ മാസം 3-നകം പൂർത്തീകരിക്കും. കേരള സ്കൂൾ കലോത്സവ മാനുവലിൽ ഭേദഗതികൾ ഉൾപ്പെടുത്തി സമഗ്രമായി പരിഷ്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തദ്ദേശീയ നൃത്തരൂപങ്ങളായ മംഗലംകളി, പന്ന്യനൃത്തം, മലപ്പുലയ ആട്ടം, ഇരുള നൃത്തം, പളിയ നൃത്തം എന്നീ 5 ഇനങ്ങൾ കൂടി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കലോത്സവ മാനുവൽ പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്.